ശ്രീ പ്രമോദ് ക്ഷേത്രം പ്രസിഡന്റ് നമ്മളൊപ്പം ചേരുകയാണ്. ശ്രീ പ്രമോദ്, ഈ രാവിലെ 5 മണിയോടെയാണ് ഇവർ എത്തിച്ചേർന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിയിപ്പ് ഈ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ക്ഷേത്രം ഭാരവാഹികൾക്ക് ലഭിച്ചിരുന്നോ? ഒരിക്കലുമില്ല. നമ്മൾ ഔദ്യോഗികമായിട്ട് ആരും തന്നെ അറിയിക്കുകയുണ്ടായില്ല. പക്ഷെ നമുക്കിങ്ങനെ പുറത്തുനിന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അവര് ഇന്ന് 5 മണിക്ക് പോലീസ് വരും എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ചെറിയൊരു ന്യൂസ് പുറത്തുനിന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾ കുറച്ച് ഭക്തര് ഇവിടെ സംഘടിക്കുകയാണ് ഉണ്ടായത്. ഔദ്യോഗികമായിട്ട് നമ്മളെ ഒരാൾ പോലും ഇന്ന് വരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ക്ഷേത്രം പ്രസിഡന്റാണ് താങ്കളെ പോലുള്ള ക്ഷേത്രം ഭാരവാഹികളെ കൃത്യമായ രീതിയിൽ എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് അത് അറിയിക്കേണ്ടതാണ്. പക്ഷേ അറിയിച്ചിട്ടില്ല. കൃത്യമായ രീതിയിലുള്ള ഒരു ആസൂത്രിത നീക്കം ഇതിന് പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ ജലപീരങ്കി അടക്കമുള്ള സന്നാഹങ്ങൾ 250-ലധികം വരുന്ന പോലീസുകാർ ഒരു യുദ്ധസന്നാഹത്തോടെ തന്നെയാണ് ദേവസ്വം അധികൃതർ വന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു ചെറിയ ഗ്രാമമാണ്. ഇത്രയും സന്നാഹങ്ങൾ കാണുന്നത് തന്നെ ഈ ഗ്രാമത്തിലുള്ള അമ്മമാർ ആദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന ഒരു കാര്യങ്ങളായിരിക്കും. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇത്രയും സന്നാഹങ്ങളായിട്ട് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരുന്നു. ഭക്തരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. നാമജപം അടക്കം തീർക്കാൻ അമ്മമാരടക്കം തന്നെ മുന്നിലുണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇവർ തിരിച്ചുപോയി. ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് തിരിച്ചുപോയി. ഇനിയും ഇവർ കൂടുതൽ സന്നാഹങ്ങളുമായി തിരിച്ചു വരും എന്നുള്ള ഒരു ആശങ്ക ഗ്രാമവാസികളായ ക്ഷേത്ര ഭാരവാഹികളായി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ പ്രതിരോധിക്കാനാണ് നീക്കം? ഞങ്ങൾ ശരിക്കും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. ഈ കേസ് നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു കടന്നുകയറ്റം. മലബാർ ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ അവരുടെ ഒരു ആളുകളുടെയോ ഒരു സഹായത്തോടെ അല്ല ഈ ക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഈ പ്രദേശത്തെ വിശ്വാസികളുടെ ഓരോ കാണിക്കും സ്വരൂപിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ക്ഷേത്രം ഇങ്ങനെയാക്കി കൊണ്ടുവന്നത്. പക്ഷെ ഇതിന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഈ ഒരു ഭരണ ആസൂത്രണം വെച്ചിട്ട് ആയിരിക്കും ഇന്നത്തെ ഈ ഒരു അവരുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുള്ളത്. അതിന് വളരെയധികം ആശങ്കയുണ്ട്. ശ്രീ പ്രമോദ്, ഈ രാവിലെ ഈ ദേവസ്വം ബോർഡ് അധികൃതർ പോലീസ് സന്നാഹങ്ങളുമായി വന്നപ്പോൾ ബന്ധപ്പെട്ട നിങ്ങളോട് ഏത് തരത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്? കാരണം ഈ ക്ഷേത്രം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ന്യായീകരണം നൽകാനാണ് അവർ ശ്രമിച്ചത്? ഈ ക്ഷേത്രത്തിനൊരു ട്രസ്റ്റി ഉണ്ട്. ഒരു രാജകുടുംബത്തിന്റെയാണ് ഈ ഒരു ക്ഷേത്രം. ആ ട്രസ്റ്റിനെ ഇവർ അറിയിച്ചിട്ടില്ല. ക്ഷേത്ര ഭരണ സമിതി എന്നുള്ള രീതിയിൽ അവർ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഇന്ന് വന്നത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർക്ക് ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് വന്നത്. അപ്പൊ അവർക്ക് ഫോഴ്സ് ഉപയോഗിച്ച് അവർ കയറും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളതിന് അപ്പീലായിട്ട് സുപ്രീം കോർട്ടിൽ പോയിട്ടുണ്ട്. അതിന്റെ ഡയറി നമ്പർ കാണിച്ചു കൊടുത്തു. ഏതായാലും നിയമപരമായിട്ടും ഈ ഭക്തരുടെ ഒരു പ്രതിഷേധം സ്വാഭാവികമായും ഭക്തരുടെ വികാരങ്ങളെ നോക്കുന്ന ഒരു ഇടപെടലാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം, അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ എന്ത് വന്നാലും ഈ ക്ഷേത്രം വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് ഇവിടുത്തെ ഓരോ പ്രാദേശിക ഈ ഭക്തരും, അതിന് അമ്മമാരുൾപ്പെടെയുള്ള ഭക്തര് ഇതിന്റെ ഒപ്പമുണ്ട്. വളരെയധികം നന്ദി ശ്രീ പ്രമോദ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വേണ്ടി.